കരയിലേക്ക് കടൽക്കാതം താണ്ടി മുട്ടയിട്ട് മടങ്ങി കടലാമകൾ. തിരമാലകൾ മുട്ട തട്ടിയെടുക്കും മുമ്പ് അവ കണ്ടെത്തി കൂടുവച്ച് പുതിയ ലോകത്തേക്ക് വിരിച്ചിറക്കുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. ഞങ്ങൾ മത്സ്യബന്ധനത്തിന് വന്നതായിരുന്നു രാവിലെ തന്നെ. അപ്പോഴാണ് ആമ മുട്ടയിട്ട് ഞങ്ങൾ സംരക്ഷിച്ച് 49 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു 17 കുഞ്ഞ് വിരിഞ്ഞ് കിട്ടി. അതിന് ശേഷം ഇട്ടതാണ് ഈ 88 കുഞ്ഞ് വിരിഞ്ഞ് കിട്ടി. ഞങ്ങൾ ഇത്ര നാൾ സംരക്ഷിച്ച് നല്ല കഠിനാധാരം തന്നെ ഉണ്ട്. ഞങ്ങളെ കൂട്ടായ്മ എല്ലാവരും ഉണ്ട്. മാറി മാറി വരുന്ന രാത്രിയും പകലുകളും കടൽക്കാറ്റേറ്റ് ദിവസങ്ങളോളം പിറവിയുടെ കൂട്ടുകാർ കാത്തിരുന്നു. മുട്ടകൾ വിരിഞ്ഞ കടലിന്റെ അനന്തതയിലേക്ക് കടലാമ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരായി. ഇരുന്നൂറോളം മുട്ടകളാണ് പെരിഞ്ഞനം ആറാട്ടുകടവ് ബീച്ചിലെ യുവാക്കളുടെ നേതൃത്വത്തിൽ വിരിയിച്ചത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. വളരെ നല്ല കാഴ്ചയാണ്. ഇപ്പോൾ പലയിടങ്ങളിലും ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഈ ജീവികളെ സംരക്ഷിക്കണമെന്നൊരു ബോധ്യം എല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ശ്യാമേ, ഇത് രണ്ടാമത്തെ തവണയാണല്ലേ, അപ്പോൾ അവരുടെ ആ ഒരു ജാഗ്രത അത് ഇനിയും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടരാൻ കാരണമാകട്ടെ അല്ലേ? തൃശ്ശൂർ പെരിഞ്ഞനം ആറാട്ടുകടവ് ബീച്ചിലാണ് വിസ്മയകരമായ ഈ കാഴ്ചകൾക്ക് വേദിയായത്. കടലാമകൾ സാധാരണഗതിയിൽ ഈ ബീച്ചിലും മറ്റുമൊക്കെ വന്ന് മുട്ടയിട്ട് ആ മുട്ട തനിയെ വിരിഞ്ഞ് കടലാമ കുഞ്ഞുങ്ങൾ കടലിലേക്കും മറ്റുമൊക്കെ പോകാറുണ്ട്. പക്ഷേ അത്തരം എല്ലാം അങ്ങനെ പോകാറില്ല. പലപ്പോഴും ഈ കടലിൻ്റെ തിരകൾ വന്ന് എടുത്തുകൊണ്ട് പോകും. അതല്ല എങ്കിൽ പട്ടിയും പൂച്ചയും ഒക്കെ വന്ന് ഇത് നശിപ്പിക്കുകയും മറ്റുമൊക്കെയാണ് ചെയ്യാറ്. പക്ഷേ ഇവിടെ ഒരു 200ഓളം മുട്ടകളാണ് ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികളായ ചെറുപ്പക്കാർക്ക് കാണാനിടയായത്. തുടർന്ന് അവർ ഈ കടലാമകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകമായി ഒരു ഇടം സജ്ജീകരിച്ച് അവിടെ കൊണ്ട് ഈ മുട്ടകൾ വെച്ച് ഈ കടലാമകളുടെ മുട്ടകൾ വിരിയുന്നത് വരെ രാവും പകലും ഇവർ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു വിസ്മയകരമായ കാഴ്ച പിന്നീട് അനുഭവപ്പെടുന്നു. അങ്ങനെ മുട്ടകൾ വിരിഞ്ഞ് കടലാമകൾ പുറത്തേക്ക് വന്ന് അതിനെ ഈ കടലിൻ്റെ തിരയ്ക്ക് ഒപ്പം ചേർത്ത് പറഞ്ഞു വിടുകയായിരുന്നു. ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമായിട്ടാണ് ആ ചെറുപ്പക്കാരെല്ലാവരും പങ്കുവച്ചത്. കാരണം ഈ കടലാമകൾ ഈ കടലിൽ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത അത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ തിരിച്ചറിഞ്ഞ് അവരവരുടെ ഒരു ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് ആ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്.